Hey guys, welcome back to Vdogs. Guys, ഇന്നത്തെ വീഡിയോയിൽ മെമ്മറി ടെസ്റ്റ് പാർട്ട് 2 ഗൈസ്. പാർട്ട് 1ൽ നമ്മൾ എല്ലാരും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, നമ്മൾ മൂന്നുപേരുണ്ടായിരുന്നു. ഒരാളും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ആ പാർട്ട് 2 ആള് പരീക്ഷ എഴുതാൻ. യെസ് ഗൈസ്, അപ്പൊ എന്തായാലും മെമ്മറി ടെസ്റ്റ് പാർട്ട് 2 ആണ് ഗൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ഒരു കിടിലൻ കളികളാണ് നടക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ കൺഫേം ആണെന്നാണ് ക്രൂ പറഞ്ഞത് ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇല്ലെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയത് ഗൈസ് ഒക്കെ നമ്മുടെ ക്രൂ ആണ്. സോ ക്രൂ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. പറഞ്ഞാൽ ഡോമിനേറ്റർ മറ്റേ ബാത്റൂം ഇടുന്ന സാധനമാണ്. ഇവിടെ കെംസികോം ഉണ്ട്, റഷിക് ഡീപ് ഉണ്ട്, അതുപോലെ തന്നെ ചാർലി BCB ഉണ്ട് ഗൈസ് ഒക്കെ. 3 പേരായിരിക്കും ഇന്ന് മെമ്മറി ടെസ്റ്റിൽ പങ്കെടുക്കുന്നത്. ചാലഞ്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റീല് കാണിക്കും. ആ റീലില് നമ്മൾ പാട്ടൊന്നും ചെയ്തല്ല, ആ റീലില് ഒരു ബന്ധപ്പെട്ടുമായിട്ടുള്ള ഒരു സംഭവമാണ് ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ശരി ഉത്തരം പറഞ്ഞ ഒരു പോയിന്റ് കിട്ടും, തെറ്റുത്തരം പറഞ്ഞാൽ മൈനസിലോട്ട് പോകുന്നതായിരിക്കും. യെസ്, അപ്പൊ അറിയെങ്കിൽ മാത്രം കൈ പൊക്കെ പറയാം. ബ്രോ കേട്ടില്ല പോയത് ഓർമ്മയുണ്ടാ? ബ്രോ മറ്റേ ബോർഡ് എടുത്തേ മൈനസ് ചെയ്തിട്ടെ. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ചാലഞ്ച് തുടങ്ങിയാലോ? അപ്പൊ എല്ലാം റെഡിയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ റീല് നോക്കാം. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗൈസ് വരുന്നത്. സോ മെമ്മറി ടെസ്റ്റ് ആണ്. നമ്മൾ ആ റീല് മൊത്തം നമ്മൾ മൈൻഡിൽ കേട്ടണം. ഓക്കെ, കം ഓൺ. 5 lakhs enter കൊടുங்க. முடிச்சது நான் தான். Hey, முடிச்சது நான் தான். அப்ப இந்த 5 lakhs நீங்க ரெண்டு பேரும் பிரிச்சு what எவ்வளவு breathe பண்றாங்க ஷேர் பண்ண மாட்டேன். பவுண்டி பண்ணி ஷேர் பண்ணுவா. I'll never share my money on this kachora. സൂര്യയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കാറിന്റെ കളർ എന്താ? വൈറ്റ്. കൈ വെക്കി ആദ്യം കൈ വെക്കി എന്നിട്ട് ഉത്തരം പറയാം. അവന്റെ പേരെന്താണെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അതെങ്കിലും പറയാം. പേരെന്താ? മഹേന്ദ്ര മറാസു. അതെനിക്കറിയില്ലായിരുന്നു കേട്ടാ. അപ്പൊ എന്തായാലും ഇവിടെ കൊമ്പൻ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു ഗായ്സ്. അപ്പൊ എന്തായാലും കളികൾ മനസ്സിലായല്ലോ. കൈ പൊക്കിയതിനു ശേഷം മാത്രം ഉത്തരം പറയാം. ഓക്കെ, സോ ഗായ്സ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റീൽ. ഇത് മറ്റേ ഷാറുഖ് ഖാന്റെ മോളല്ലേ? ഇവളുടെ കയ്യിലെ ക്യൂടെക്സിന്റെ കളർ ഞാൻ മെറൂൺ. ബ്ലാക്ക് അതല്ല, ഒരു വയലറ്റ് അല്ലാതെ മെറൂൺ ആണ് സാധനം. ഞാൻ ബ്ലാക്ക് പറഞ്ഞു. അത് വയലറ്റ് ടൈപ്പ് മെറൂൺ ആണ്. അത് ഒരു അവനറിയാലോ അത്. വയലറ്റ്. ഇത് മെറൂൺ അല്ലേ? അല്ലേ? ആർക്കും പോയിന്റ് കിട്ടിയില്ല ഗൈസ്. എല്ലാരും തെറ്റ് ചെയ്യുന്നു. എല്ലാരും തെറ്റിച്ചില്ല, ചാലിയാസ് തെറ്റിച്ചില്ല, ചിലത് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റീല് നോക്കാം. ആ പെണ്ണ് പിടിച്ചേക്കണ കപ്പിലൊരു വീട് എം. ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇവിടെ പിടിച്ച ഫോണിന്റെ കളർ ഇത് ബ്ലൂ. ഞാൻ നോട്ട് ചെയ്തു. കൺഫേം. കൊമ്പൻ വീണ്ടും ഒരു പോയിന്റിലേക്ക് വന്നിരിക്കുന്നു. കൊമ്പൻ 1, ചാർലി 1, റാഷിക് ഡീപ് -1. ലെറ്റ്സ് ഗോ ഫോർ നെക്സ്റ്റ് റൗണ്ട്. നോണി മാമന്റെ അടുത്ത് നിന്നും നമ്മളെ കാണാൻ വേണ്ടി നോണി ആശാന്റെ മകൻ നാണുവേട്ടൻ വരുന്നുണ്ട് കേട്ടോ. കോഴിക്കോടല്ല, നമ്മുടെ കോട്ടയത്ത് നിന്നും. കോട്ടയം എന്ന് പറയുമ്പോൾ കോട്ടയം കാര്യവട്ടോ പീരാവട്ടോ അവിടെ എങ്ങാണ്ട് നിന്നാണ് നമ്മളെ കാണാൻ വേണ്ടി ഒരു നാണുവേട്ടൻ വരുന്നത്. സോ വരുമ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ളൂ, എനിക്ക് ബിങ്കോ, അച്ചപ്പം, കോയിലപ്പം പിന്നെ ഇതൊക്കെ കൊണ്ടുവരിക. അപ്പം നമുക്ക് നോമ്പായതുകൊണ്ട് വീഡിയോസിനൊക്കെ ചെറിയ മാറ്റമുണ്ട്. ഒന്നെങ്കിൽ ഒരു ദിവസം 2 വീഡിയോ, അല്ലെങ്കിൽ 2 ദിവസം 4 വീഡിയോ, ഇതൊക്കെ ആയിരിക്കും വരിക. നാണുവിന്റെ അച്ഛന്റെ പേരെന്ത്? നോണി. അതായിരുന്നോ? നോണിയേട്ടൻ. അല്ല, നോണി എന്നല്ല, അതാ നാണുവിന്റെ അച്ഛനാണെന്ന് അറിയില്ല. നോണി എന്നുള്ളത് ഞാൻ ഇന്നും കൂടെ കണ്ടോളൂ. ഇവന്റെ 2-3 ഇന്നലെ കണ്ടായിരുന്നത്. അപ്പോ നമുക്ക് അടുത്ത റീൽ നോക്കാം. ഉടായ്പ ആയിരിക്കും അറിയാം. ഒന്ന് കാണിച്ചോ. എന്തോ ഇത് ഞാൻ ഇടയ്ക്കൂടെ കണ്ടായിരുന്നല്ലോ. അത് ട്രെൻഡിങ് ആയിരുന്നു തോന്നുന്നുണ്ട്. ഇവന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നെ. ഇവിടെ ആദ്യം ഇട്ട വൈറ്റ് ടീഷർട്ടിൽ ഒരു പേരുണ്ട്. അയ്യോ
1 2 3 പറഞ്ഞ് അല്ലേ 1 2 3 എന്ന് പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നോ മനസ്സിന്റെ മടിയരയിൽ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ചാർലിയോട് 3 പോയിന്റ് എടുത്ത് ലീഡിംഗ് ആണ് ഗായ്സ്. മറ്റേ ഓയില് അല്ലല്ലേ, ഓയില് മൂത്തേക്കും ഇവിടെ നെറ്റിലെ പൊട്ടിനെ കളർ നെറ്റില് പൊട്ടുണ്ടായിരുന്നാ കാണാൻ പോലും പറ്റത്തില്ല. ബ്ലാക്ക് അല്ല. കാണാൻ പോലും പൊട്ട് കണ്ടില്ല. ഞാനും കണ്ടില്ല. ഞാൻ നോർമലി ബ്ലാക്ക് ഡ്രസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ തോറ്റു ഞാൻ കണ്ടില്ല. വൈറ്റ് ആണോ? വൈറ്റ് ഒന്നും ആയിരിക്കില്ല, വല്ല റെഡ് ആണല്ലേ. കാണാൻ പോലും പൊട്ട് ഇത്തിരി പോന്നൊരു പൊട്ട് എങ്ങനെ കാണാനാണ്? വലിയ വൈറ്റ് പറഞ്ഞോളായിരുന്ന വെറുതെ ഇത്രയും പോയിന്റ് ഒക്കെ വെച്ചാണ് വൈറ്റ് പറഞ്ഞോളായിരുന്ന എന്തിന് എന്റെ പൊന്നെ ബ്രോ ഇപ്പൊ -1 ആകെ ഒരു ഉത്തരം പറഞ്ഞു, അത് തെറ്റിച്ചും കളഞ്ഞു. ഉത്തരം ആദ്യം കൈ പൊക്കിയത് നിങ്ങൾ ചോദ്യം വെക്കുന്നതിന് മുന്നേ ഉത്തരം പൊട്ട തന്നെ. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. ഓ ഇതെന്തൊരു തേങ്ങനെ. എത്ര പെണ്ണുങ്ങളാണുള്ളത്? കുട്ടി മറി എന്നമ്മയുടെ സോപ്പ് പെട്ടി 6 അല്ല പോടാ 6 7. Yes. കാരണം ഒരെണ്ണത്തിൽ നടുക്ക് മാത്രം ഇരിപ്പുണ്ടായിരുന്നു. ഒരു മെറൂൺ ഗ്രീൻ സാരി ഞാൻ സത്യം പറയട്ടെ, ഞാൻ നോക്കി ബാക്കി അപ്പാപ്പന്മാര് 3 അവരുടെ നിക്കറിന്റെ കളർ, അവരുടെ ഉടുപ്പിന്റെ കളർ, നീ ബ്ലൂ സാരി എത്ര ഉണ്ട്, അത് ഏതൊക്കെ നമ്പറിലായിരിക്കും ആദ്യം ചോദിച്ചു. ഇവിടെ സ്കോർ വീണ്ടും ചെയ്തിരിക്കുന്നു. നല്ല കൊച്ച്. ഇതിപ്പോ ഒന്നും കണ്ടില്ല ആക്ച്വലി. ചോദിച്ചു പെണ്ണ് ഇട്ട വളയുടെ കളർ ഫൗളേ വളയിട്ടുണ്ടായിരുന്നു. ആ റീലിന്റെ ആ ഒരു ഇതില് റോസ് വളയാ. ആ ഡ്രസ്സിന് ഒരിക്കലും ചേരത്തില്ല. ആ ഡ്രസ്സിന് ഒരിക്കലും റോസ്. എന്താ അവളുടെ ഉടുപ്പിനകത്താണെങ്കിൽ പിങ്ക് കളറാണ് വന്നേക്കുന്നത്. പിന്നെന്താ അപ്പൊ അതിനകത്ത് അത് ചേരും. സിൽവർ. ഓ ഞാൻ പറയാൻ നിൽക്കരുത്. ഞാൻ തോറ്റു. വള ഇട്ടിട്ടില്ലായിരുന്നു. അയ്യേ എന്ത് ചോദ്യമാണ് അയ്യത് വട്ട് ചോദ്യല്ലേ. അപ്പൊ എനിക്കാ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവ എനിക്കല്ലേ പോയിട്ട് നീ കൈ പൊക്കിട്ട് പറഞ്ഞ വളയില്ലായിരുന്ന ഇല്ലല്ലോ. പിന്നെന്തിനാ പറഞ്ഞ ഇത് ഞാൻ എവിടെ നോക്കും. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിലെ മതിലിൽ എത്ര ഫോട്ടോ ഫ്രെയിംസ് ആണ് ഉണ്ടായിരുന്നത്? 2. തവയ്ക്കും പവയ്ക്കാരാ ചാല് കുറച്ച് തെറ്റിയും. ബാക്ക്ഗ്രൗണ്ടിൽ തൂക്കിയിട്ടേക്കുന്ന 2 ഷർട്ടിയുടെ കളർ ബ്ലൂ ആൻഡ് മെറൂൺ. Blue and maroon shades on background. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിലെ കർട്ടന്റെ കളർ ബ്രൗൺ ആൻഡ് ക്രീം. എഴുതിക്കോ -1. വീണ്ടും മൈനസ്. എന്താണ് ഉത്തരം പറയുന്നുണ്ട്, മൈനസ് മാറുന്നില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഏറ്റവും ബാക്കില് ബ്ലാക്ക് ഡ്രസ് ഇട്ട് പെണ്ണ് ഇട്ടേക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ചെരുപ്പാണ്? ഞാൻ ഗസ് അടിക്കാം. ക്രോക്സ് ആണോ? എനിക്കറിയാതെ ക്രോക്സ് തന്നെ മനസ്സിലായി. എഴുതിക്കോ പോയിന്റ് എഴുതിക്കോ. എല്ലാരും ക്രോക്സ് ഇട്ടത്. അതാണ് ഞാൻ കണക്ട് ചെയ്തത്. എല്ലാരും ക്രോക്സ് ആണല്ലോ, ഷൂ ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. 0 4 -2 പോരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. അലക്സ്. അതെ, ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെ
ഇവിടെയല്ല, ആലക്കുഴയിലെ ഏലിപ്പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളവട്ടൽ ഒലിച്ചു പോയതാ. എന്നാ ഇവിടെ അതല്ലേ പ്രൊപ്പോസലായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. എനിക്ക് മനസ്സിലായി, മാറപ്പനല്ലേ. ഞാൻ അബ്ദുക്കേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എന്ത് ടൈപ്പ് ഫ്രൂട്ടാണ്? പൈനാപ്പിൾ. ഞാൻ ആക്ച്വലി ഞാൻ മമ്മൂട്ടിയുടെ അഭിനയത്തിൽ മയങ്ങിപ്പോയി. ഞാനും അതെ, ആ പെണ്ണ് പോയാലും ഞാൻ അതിനകത്ത് വാങ്ങിപ്പോയി. അങ്ങനെ പോയോ? അത് ഞാൻ കണ്ടില്ല. കോമ്പൻ പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകാം. ബോയ്സിൽ എത്ര പേരാണ് കണ്ണാടി ഇട്ടത്? 2 പേര്. അത് ആക്യുറേറ്റ് ആയിരുന്നു. ബോയ്സിന്റെ കാര്യത്തിൽ ആക്യുറേറ്റ് അത് തെറ്റത്തില്ല. കൊമ്പൻ അത്രേ ഉള്ളു. 0 കൊമ്പൻ പോയിരിക്കുന്നു. അത്രേ ഉള്ളു. പ്രഭാസ് ധരിച്ച തൊപ്പിയുടെ കളർ ഗ്രീൻ. എന്റെ ഹാട്രിക് ആയിരുന്നേ. നീ ഹാട്രിക് കളഞ്ഞല്ലേ? എന്നിട്ട് 1 പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ പറയുകയാണെങ്കിൽ ഗ്രീന്, ബ്രൗണ്, ഗ്രേ. എല്ലോ അല്ല, ഗ്രേ ആണ്. ഗ്രേ ഒന്നല്ല, ഗ്രീന്. ഏത് പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ? ഗ്രീന്, റെഡ്. റെഡ് ഒന്നല്ല, ആണ്. അത് ബ്രൗണാ. പിന്നെ ഗ്രീന്, റെഡ്, ബ്ലൂ ആയിരുന്നു. പൊളിച്ച്. ലെഫ്റ്റിന്ന് രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ഇട്ടേക്കുന്ന ടീഷർട്ട് കളർ. സൂപ്പർ ആക്യുറേറ്റ് പറയും. എടാ ആലോചിച്ചെടുക്കണുണ്ടോ? ചിക്കൻ ബ്ലൂവും വൈറ്റും. അത് ട്രൗസറിന്റെ കളറോ വൈറ്റും. ട്രൗസർ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ആളുടെ ഗ്രീനും, രണ്ടാമത്തെ ആളുടെ വൈറ്റും, മൂന്നാമത്തെ ആളുടെ ബ്ലൂ. നീ നിക്കറെ തന്നെ നോട്ടല്ലേ? ഇവിടെ കള്ള 2 വൈറ്റ് ആയിരുന്നല്ലേ? 2 വൈറ്റാ? നീ എന്താ പറഞ്ഞപ്പോ? ഒരു ബ്ലൂവും ഒരു വൈറ്റും. അയ്യോ, 2 വൈറ്റ് പറഞ്ഞ കിട്ടിയാനെ. അപ്പൊ ക്യാപ്സിക്കം -1 എത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. छोटे छोटे ख्वाब हैं ഇവന്റെ വലത്തെ കയ്യില് ബാൻഡിന്റെ കളർ ബ്ലാക്ക്. അടുത്ത റീൽ പോയിട്ട് മെമ്മറി തലച്ചോറൊക്കെ ചൂടായിട്ട് കിടന്നാണോ? പൊള്ളുന്നു. ഇവിടെ ഇല്ല, തലച്ചോറില്ലല്ലോ. തണുപ്പാണല്ലോ മൊത്തം. ഇതൊക്കെ തെറ്റല്ലേ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എങ്ങനെ ശരിയാവുക? ലെഫ്റ്റിന്ന് മൂന്നാമത് നിൽക്കുന്ന പെണ്ണ് ഇട്ടേക്കുന്ന പൊട്ടിന്റെ കളർ. ലെഫ്റ്റ് എന്ന് പറയുമ്പോ ഇവിടുന്നാണോ? ഞങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവിടുന്ന്. അല്ല, ലെഫ്റ്റ് അപ്പുറത്തുനിന്ന്. റെഡായിരിക്കും. കണ്ടിട്ടില്ല, ഞാൻ ഗസ് അടിച്ചാ. ബ്ലാക്ക് ഉടുപ്പിട്ട കുട്ടിയാന്ന് എനിക്കറിയാം. റെഡ് ഓർ മെറൂൺ? പൊട്ടില്ലായിരുന്നു. കണ്ട പൊട്ടില്ലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കാണാത്തത്. പറയാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞ കാര്യമില്ല. എല്ലാം ശ്രദ്ധിക്കണം. മെമ്മറി ടെസ്റ്റ് ആണ്. 2 പ്രാവശ്യം എനിക്ക് 2 -2 കിട്ടി. മെമ്മറി ടെസ്റ്റ് എല്ലാം നമ്മൾ -2 അതാണ് 2 പകർത്തി വെക്കണം. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കമ്മിങ് ആണ്. ഇവിടുത്തെ മോതിരത്തിന്റെ കളർ ഗ്രീൻ. സുട്ടാണി സുട്ടാണി ടണ്ട ടണ്ട രണ്ടുപേരും ഉത്തരം പറഞ്ഞ കേട്ടോ. അല്ല, നിനക്ക് ഉത്തരം പറയാതിരിക്കാൻ വഴിയില്ല. നിനക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. നീ ജയിക്കണമെങ്കിൽ ഉത്തരം പറയണം. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ കണ്ടില്ലല്ലോ മോതിരം. ചാലി പറയണ്ട. ഇവൻ പറഞ്ഞ് തെറ്റിച്ചാ മാത്രം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നമ്മള് -3 കുഴപ്പമില്ല. പിന്നെന്താ നീ പറ. മോതിരത്തിന്റെ കളറല്ലേ? നീ എന്താ പറഞ്ഞു? ഗ്രീനോ? പിന്നെന്താ പറഞ്ഞു? ഓക്കെ, ഞാൻ ഗസ് അടിക്കാം. ബ്ലാക്ക്. നീ ഗസ് അടിക്കാം. ഞാനടിക്കാം. ഗോൾഡ്.
ഹാപ്പി ആയോ ഇപ്പൊ Happy. ഹാപ്പി ആയോ ഇപ്പൊ ഹാപ്പി ആയോ ഓക്കെ ഗൈസ് നമ്മുടെ പോയിന്റ്സ് നോക്കണേ ഗൈസ് ഓക്കെ ചാലി മെസ്സി 4 points and Rashid be 1 point and Games Woman 3 minus 3 points guys minus 3 points guys okay അപ്പോൾ നമ്മുടെ മെമ്മറി ടെസ്റ്റ് പാർട്ട് 2 ചാനൽ അവസാനിക്കുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ ചാനൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഒരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ